ഹായ് എവരി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലൊക്കേഷൻ ഓഫ് ഡി എൻ എ ഒന്ന് പരിചയപ്പെട്ടു. ഇന്ന് നോക്കാനുള്ളത് സ്ട്രക്ചർ ഓഫ് ദി ഡി എൻ എ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഡി എൻ എയുടെ ഘടന. ഡി എൻ എ എന്താണ്? നമ്മുടെ ജനറ്റിക് മെറ്റീരിയലാണ് ഡി എൻ എ. ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ഹ്യൂമൻ ബീങ്സ് ആർ ഡി എൻ എ. ഫുൾ ഫോം ഇസ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ ഇനി നോക്കാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്ത്? സെല്ലിനകത്തുള്ള ന്യൂക്ലിയസിനകത്ത് ക്രോമസോംസിലാണ് എന്ത് കാണപ്പെടുന്നത്? ഡി എൻ എ കാണപ്പെടുന്നത് പഠിച്ചു അല്ലേ? അങ്ങനെയുള്ള ഡി എൻ എയുടെ സ്ട്രക്ചറാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം. ആദ്യം നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണുന്ന ഓരോ ലൈൻസും നമ്മൾ എന്ത് ചെയ്യും? എക്സ്പ്ലെയിൻ ചെയ്യും. കാരണം നമുക്ക് ഓരോ ലൈൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ഇൻ 1953. സോ സ്ട്രക്ചർ ഓഫ് ഡി എൻ എ കണ്ടുപിടിച്ച വർഷമാണ് 1953. രണ്ട് സയൻറ്റിസ്റ്റ് ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്? ഡി എൻ എയുടെ സ്ട്രക്ചർ മുന്നോട്ട് വെച്ചത്. ആൻഡ് ദേ ആർ ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. സിമ്പിൾ നമുക്ക് എന്ത് പറയാം? വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ. വാട്സണും ക്രിക്കും മുന്നോട്ട് വെച്ച ഡി എൻ എയുടെ മോഡലിൻ്റെ പേരാണ് എന്ത്? ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് ഡി എൻ എ. മലയാളത്തിൽ ചുറ്റുഗോവണി മാതൃക. അതായത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതാ അതിൻ്റെ പിക്ചർ കണ്ടല്ലേ? ഇതാ ഡബിൾ ഹെലിക്കൽ. ഡബിൾ മീൻസ് ഇവിടെ രണ്ട് സ്ട്രാൻഡ്സ് ഡി എൻ എക്ക് ഉണ്ട്. ഹെലിക്കൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോയിൽ ഇത് കാണുന്ന സ്ട്രക്ചറാണ് എന്ത്? ഹെലിക്കൽ. ഇങ്ങനെ കോയിൽ ഇത് കാണുന്ന സ്ട്രക്ചറാണ് എന്ത്? ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. സോ ഡി എൻ എയുടെ സ്ട്രക്ചറിൻ്റെ പേരാണ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് ഡി എൻ എ. സോ വാട്സണും ക്രിക്കും മുന്നോട്ട് വെച്ച, വാട്സണും ക്രിക്കും കണ്ടുപിടിച്ച ഡി എൻ എയുടെ സ്ട്രക്ചറാണ് എന്ത്? ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് ഡി എൻ എ. ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസാണ്. ഒന്ന് ഡി എൻ എയുടെ സ്ട്രക്ചർ കണ്ടുപിടിച്ചാൽ ഡി എൻ എയുടെ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റുകൾ ആരൊക്കെയാണ്? ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് ഇൻ ദ ഇയർ 1953. അവർ മുന്നോട്ട് വെച്ച ആ സ്ട്രക്ചറിൻ്റെ പേരാണ് ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് ഡി എൻ എ. ഇനി ഈ വാട്സണും ക്രിക്കും ശരിക്കും ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ആർക്ക് കിട്ടിയതാണ്? വാട്സണും ക്രിക്കിനുള്ളതാണ്. പക്ഷേ വാട്സണും ക്രിക്കിന് മുന്നേ ഡി എൻ എയുടെ സ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ളൊരു പഠനം നടത്തിയ കുറച്ച് വ്യക്തികളുണ്ട്. അത് നോക്കാം നമുക്ക്. റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ ആൻഡ് മൗറിസ് വിൽക്കിൻസ്. റൊസാലിൻഡ് ഫ്രാങ്ക്ലിനും മൗറിസ് വിൽക്കിൻസുമാണ് ഡി എൻ എയുടെ ഒരു സ്ട്രക്ചർ എങ്ങനെ കണ്ടെത്തിയത്? ത്രൂ ദി എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ്. സോ ഈ രണ്ട് വ്യക്തികൾ റൊസാലിൻഡ് ഫ്രാങ്ക്ലിനും മൗറിസ് വിൽക്കിൻസും എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന സ്റ്റഡീസിലൂടെ ഡി എൻ എയുടെ സ്ട്രക്ചർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നത് വാട്സണും ക്രിക്കും ആയിരുന്നു. അപ്പോൾ ശരിക്കും വാട്സണും ക്രിക്കിനും മുന്നേ ഒരു പഠനത്തിൻ്റെ സ്റ്റാർട്ടിങ് ആര് വെച്ചിട്ടുണ്ടായിരുന്നു? റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ അതുപോലെ തന്നെ മൗറിസ് വിൽക്കിൻസും. The crucial information that led to this discovery was obtained from the famous Photo 51. The Photo 51. ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഡി എൻ എയുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ പഠിച്ചിട്ടാണ് ഈ രണ്ട് വ്യക്തികൾ എന്ത് ചെയ്തിട്ടുള്ളത്? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ഡി എൻ എയുടെ സ്ട്രക്ചർ മുന്നോട്ട് വെച്ചത്. ഓക്കെ, അങ്ങനെ ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ജെയിംസ് വാട്സണും ക്രിക്കിനും വിൽക്കിൻസിനൊക്കെ 1962 നൊബേൽ പ്രൈസ് ഇൻ മെഡിസിൻ. എന്തിനാണ്? ഡിസ്കവറി ഓഫ് ദി ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് ഡി എൻ എ. ഡി എൻ എയുടെ ഈ സ്ട്രക്ചർ കണ്ടുപിടിച്ചതിന് ഈ വ്യക്തികൾക്ക് എന്ത് നൊബേൽ പ്രൈസ് കിട്ടി. ഇവിടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? ഒന്ന് വാട്സൺ, ക്രിക്ക്, സ്ട്രക്ചറിൻ്റെ പേര് ഡബിൾ ഹെലിക്കൽ മോഡൽ, പിന്നെ എക്സ്റേ ഡിഫ്രാക്ഷൻ, റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ ആൻഡ് മൗറിസ് വിൽക്കിൻസ്. ഇത്രയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഞങ്ങളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഇയർ ഓഫ് അവരുടെ കാലഘട്ടം. റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ, ദെൻ മൗറിസ് വിൽക്കിൻസ്, ക്രിക്ക് ആൻഡ് വാട്സൺ. ഓക്കെ, ദെൻ മൂവിങ് ടു ദി മേജർ സ്ട്രക്ചർ ഓഫ് ദി ഡി എൻ എ. നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഡി എൻ എ ഒരു പോളിമറാണ്. ഡി എൻ എ ഈസ് എ പോളിമർ. ഡി എൻ എ ഒരു പോളിമറാണ്. പോളിമർ എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് മോണോമേഴ്സ് ചേർത്ത് വെച്ചതാണ് എന്ത്? ഒരു പോളിമർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുത്തുമാല. ആ മുത്തുമാലയ്ക്കകത്തുള്ള ഓരോ മുത്തുകളുമാണ് അതിനെ ഉണ്ടാക്കാനുള്ള കാരണമായിരുന്നു. ഒരു മുത്തുമാലയുടെ ബേസിക് യൂണിറ്റ് എന്താണ്? അതിൽ കാണുന്ന മുത്തുകളാണ്. അതുപോലെ തന്നെ ഡി എൻ എ ഇങ്ങനെ കാണുന്ന ഒരു ചെയിനാണ് വിചാരിക്കുക. ഡി എൻ എ ചെയിനാണ്. ഡി എൻ എ എന്ന് പറയുന്ന ഒരു വലിയ ചെയിന്, ഒരു വലിയ പോളിമറാണ്. ഒരുപാട് മോണോമേഴ്സ് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുള്ള, ഒരുപാട് ബേസിക് യൂണിറ്റ്സ് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഡി എൻ എക്കുള്ളത്. സോ ഡി എൻ എ ഇസ് എ പോളിമർ. ഡി എൻ എ എന്താണ്? ഒരു പോളിമർ. ഡി എൻ എ ഇസ് എ പോളിമർ. അങ്ങനെയാണെങ്കിൽ ഡി എൻ എയുടെ മോണോമർ എന്തായിരിക്കും? ഡി എൻ എയുടെ മോണോമർ ന്യൂക്ലിയോടൈഡാണ്. എന്താണ്? ന്യൂക്ലിയോടൈഡ്. അതായത് ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് ഇങ്ങനെ ചേർത്തത്. ഇതൊരു ന്യൂക്ലിയോടൈഡ് എക്സാമ്പിൾ ആട്ടോ.
ഇത് ന്യൂക്ലിയോടൈഡ്. ഇങ്ങനെ ന്യൂക്ലിയോടൈഡുകൾ ഒരുപാട് ചേർത്ത് വെച്ച ഒരു വലിയ മാലയാണെന്ത്, വലിയൊരു പോളിമറാണെന്ത് DNA എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം നമുക്കിവിടെ നോക്കേണ്ടത് എന്തായിരിക്കും? നമുക്ക് ആദ്യം നോക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു വലിയ മാല ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ന്യൂക്ലിയോടൈഡിൻ്റെ സ്ട്രക്ചർ നോക്കണം. വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാ ബേസിക്കായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഷുഗർ മോളിക്യൂൾ, 5 കാർബണുള്ള ഒരു ഷുഗർ മോളിക്യൂൾ നമുക്ക് ആവശ്യമാണ്. ദെൻ ആ ഷുഗർ മോളിക്യൂളിൽ നിന്ന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് നമുക്ക് ആവശ്യമാണ്. ദെൻ എ നൈട്രജൻ ബേസ്. ഈ 3 കോമ്പണൻസ് അടങ്ങിയതാണ് ഒരു ന്യൂക്ലിയോടൈഡ്. സോ സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയോടൈഡ് മീൻസ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 3 മേജർ യൂണിറ്റ്സ്. ദേ ആർ എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, എ ഷുഗർ മോളിക്യൂൾ ആൻഡ് എ നൈട്രജൻ ബേസ്. ഇങ്ങനെയുള്ള 3 വസ്തുക്കൾ ചേർന്നതാണ് ഒരു ന്യൂക്ലിയോടൈഡ്. അങ്ങനെയുള്ള ധാരാളം ന്യൂക്ലിയോടൈഡ്സ് ചേർന്നതാണ് എന്ത് നമ്മുടെ DNA എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഐഡിയ മനസ്സിലായില്ലേ? അതായത് ഒരു മാലയാണ്, ആ മാലയ്ക്കകത്ത് കാണുന്ന ഓരോ മുത്തുകളാണ് അതിന് ബേസിക് യൂണിറ്റ്. ഇവിടെ മാല DNA ആണെങ്കിൽ ആ മാലയ്ക്കകത്ത് കാണുന്ന ഓരോ മുത്തുകളുമാണ് എന്ത് ന്യൂക്ലിയോടൈഡുകൾ. അപ്പോൾ ന്യൂക്ലിയോടൈഡ് സ്ട്രക്ചർ എങ്ങനെയാണ്? അതിൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ട്, അതുപോലെ തന്നെ നൈട്രജൻ ബേസ് ഉണ്ട്. വായിച്ചു നോക്കാം. ദി ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA is nucleotide. The basic building block of DNA is nucleotide, and each nucleotide is composed of a deoxyribose sugar, a phosphate group and a nitrogen base. Very very important ആണ്. നമ്മുടെ DNA ഫുൾ ഫോം എന്താണ്? DNA ഫുൾ ഫോം ഡീഓക്സിറൈബോന്യൂക്ലിക് ആസിഡ്. അതുകൊണ്ട് തന്നെ DNA കാണുന്ന പഞ്ചസാരയുടെ പേരാണ്, DNA കാണുന്ന പഞ്ചസാര ഷുഗറിൻ്റെ ടൈപ്പാണെന്ത് ഡിയോക്സിറൈബോസ് ഷുഗർ, ദെൻ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് നൈട്രജൻ ബേസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോക്കി വെക്കണം. സ്ട്രക്ചർ ഓഫ് DNAയിലെ ബേസിക്കാണ് എന്ത് നമ്മുടെ ന്യൂക്ലിയോടൈഡ്സ്. ആ ന്യൂക്ലിയോടൈഡ്സിൻ്റെ 3 ഭാഗങ്ങളാണ് ഏതൊക്കെ? ഒന്ന് ഡിയോക്സിറൈബോസ് ഷുഗർ, ദെൻ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് നൈട്രജൻ ബേസ്. റെഡി? ഇനി ഇങ്ങനെയുള്ള ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഈ രണ്ട് സ്ട്രാൻഡ്സ് ഉപയോഗിച്ച് ഹെലിക്കൽ സ്ട്രക്ചറിലേക്ക് മാറ്റണ്ടേ? അതാണ് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. നോക്കാം. നമുക്കറിയാം ഇതാണ് ബേസിക്കലി ഇതാണ് നമ്മുടെ കോണി അല്ലേ, കോണി. DNA ഇതുപോലെ തന്നെയാണ്, പക്ഷെ അത് എന്ത് ചെയ്തു ഒന്നിങ്ങനെ ചുറ്റി വളച്ച് വെച്ച ചുറ്റുഗോവണിയാണ്. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് പറഞ്ഞു തന്നെ. ഇവിടെ നമുക്ക് ഇവിടെ ഇങ്ങനെ പിടിച്ച് കയറാനുള്ള 2 പിടികളുണ്ട് അല്ലേ, പിടിച്ച് കയറൂല്ലേ. അപ്പോൾ നമ്മൾ ഇഴകൾ എന്ന് പറയും, ഇഴകളുണ്ട്. പിടിച്ച് കയറാനുള്ള പിടികൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സ്ട്രാൻഡ്സ് എന്ന് വിളിക്കും, സ്ട്രാൻഡ്സ്. DNAക്ക് എത്ര സ്ട്രാൻഡ്സ് ഉണ്ട്? DNAക്ക് 1 2 DNAക്ക് 2 സ്ട്രാൻഡ്സ് ഉണ്ട്. ഡബിൾ സ്ട്രാൻഡാണ് DNA. ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡ് DNA ഡബിൾ സ്ട്രാൻഡഡ് ആണ്. ഇനി നമ്മൾ കോണിനെ കയറി പോകുന്ന ഓരോ പടികളുണ്ട്, പടികൾക്ക് നമ്മൾ എന്ത് പറയും ഇംഗ്ലീഷിൽ? റങ്സ് എന്ന് പറയും. എന്താ പറയുക? rungs. So the structure of DNA is made up of 2 strands and many rungs. അല്ലേ, ഒരുപാട് പടികളുണ്ട്, 2 സ്ട്രാൻഡ്സും ഉണ്ട്. ഇനി അടുത്ത ചോദ്യം, ഈ പടികളും ഈ സ്ട്രാൻഡ്സൊക്കെ എന്തുപയോഗിച്ച് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ പടികൾ സ്റ്റീലിൻ്റെ പടി ഉണ്ടാവും അല്ലേ, പിടിച്ചൊരു സ്റ്റീലിൻ്റെ ഉണ്ട്, മരത്തിൻ്റെ ഉണ്ട്, കോൺക്രീറ്റ് ഉണ്ട്. അതേപോലെ പടികളും ഇഴകളൊക്കെ എന്താണ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇങ്ങനെ ഈ ചുറ്റി വളച്ച ഈ ഒരു സ്ട്രക്ചറിനെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നിവർത്തി വെച്ചതാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, നോക്കാം. ഇനി ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് ഈ സ്ട്രാൻഡ്സ് ഉണ്ടല്ലോ, ഇഴകൾ. ഈ ഇഴകൾ എന്തുപയോഗിച്ചാണ് ഉണ്ടാക്കി നോക്കാം. DNAയുടെ സ്ട്രാൻഡ്സ് ഈസ് മെയ്ഡപ്പ് ഓഫ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. DNAയുടെ സ്ട്രാൻഡ്സ് ഉണ്ടാക്കിയിട്ടുള്ള എന്തുപയോഗിച്ചിട്ടാണ്? ഷുഗർ മോളിക്യൂളും ഫോസ്ഫേറ്റ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഭാഗം ഫോസ്ഫേറ്റ് ഇവിടെ ഉണ്ട്, ഷുഗർ ഇവിടെ ഉണ്ട്. ഇതെല്ലാം ചേരുന്ന ഈ ഒരു ഭാഗമാണ് DNAയുടെ സ്ട്രാൻഡ്. ഒരു സ്ട്രാൻഡായി, ഇവിടെ 2ാമത്തെ സ്ട്രാൻഡായി. ഓക്കെ, അപ്പോൾ പിടിച്ചു കയറാനുള്ള ആ സ്ട്രാൻഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് ഫോസ്ഫേറ്റ് കൊണ്ടും ഷുഗർ കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള എന്ത് മാത്രമാണ്? നൈട്രജൻ ബേസാണ്. നൈട്രജൻ ബേസുകൾ വെച്ചിട്ടാണ് ഇവിടെ പടികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. റെഡി? മറക്കരുത്, DNAയുടെ സ്ട്രാൻഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. DNAയുടെ സ്ട്രാൻഡ്സ് ഈസ് മെയ്ഡപ്പ് ഓഫ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്. ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇത് പഠിച്ചിരിക്കണം. ഡി എൻ എയുടെ സ്ട്രാൻഡ്സ് ഉണ്ടാക്കിയിട്ടുള്ള DNA സ്ട്രാൻഡ്സ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്. ഇത് മറക്കാൻ പാടില്ല. ഈ ഒരു ഭാഗം, ഇത്ര ഭാഗം ഈ ഒരു ഭാഗമാണെന്ത് DNA സ്ട്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ പിടിച്ചു കയറാനുള്ള പിടികൾ, ഇഴകൾ. അപ്പോൾ ഇത് പഠിച്ചല്ലോ. DNA സ്ട്രാൻഡ്സ് ഈസ് മെയ്ഡപ്പ് ഓഫ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്. ഇനി നോക്കാനുള്ളത് DNA പടികളാണ്. പടികൾ, റങ്സ് ആർ ഫോംഡ് ബൈ ദി പെയറിംഗ് ഓഫ് നൈട്രജൻ ബേസ്. ഒരു നൈട്രജൻ ബേസ് അല്ല, നൈട്രജൻ ബേസുകൾ ഇങ്ങനെ ജോഡി, ഇതൊരു ജോഡി, ഇത് ജോഡി അല്ലേ, ഇത് അടുത്ത പെയർ. ഇങ്ങനെ അവർ പെയർഡായിട്ടാണ് എന്ത് കാണുന്നത്, DNA സ്റ്റെപ്സ് കാണുന്നത്. സോ സ്റ്റെപ്സ് ഓർ ദി റങ്സ് ആർ മെയ്ഡപ്പ് ഓഫ് പെയറിംഗ് ഓഫ് ദി നൈട്രജൻ ബേസ്. അപ്പം നമുക്ക് എന്ത് നോക്കണം, ആരൊക്കെയാണ് നൈട്രജൻ ബേസ് നോക്കാം. നൈട്രജൻ ബേസ് ആർ 4 ടൈപ്സ്. വെരി സിമ്പിൾ: അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇതൊരു 4 വട്ടം പറഞ്ഞു വെച്ചാൽ പഠിക്കും കേട്ടോ. അല്ലാതെ കാണുമ്പോഴേ വലിയ ടേംസ് ചെയ്യുന്നത് കുറേ വട്ടം പറയുമ്പോൾ റെഡി ആയിക്കോളും. So the 4 different types of nitrogen base are present in the DNA. Very important. ഏതൊക്കെയാണ്? അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ATGC. ഈ 4 നൈട്രജൻ ബേസുകൾ വെറുതെ അങ്ങോട്ട് പെയർ ചെയ്യാൻ പറ്റില്ല. ആ പെയറിങ്ങിൽ എന്തുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഗ്വാനിൻ ഓൾവേസ് കമ്പൈൻസ് വിത്ത് സൈറ്റോസിൻ വിത്ത് ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, ഗ്വാനിൻ എപ്പോഴും ആരുമായിട്ട് പെയർ ചെയ്യുള്ളൂ, സൈറ്റോസിനുമായിട്ട് പെയർ ചെയ്യുള്ളൂ വിത്ത് ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ട്. അതുപോലെ തന്നെ അഡെനിൻ ഓൾവേസ് കമ്പൈൻസ് വിത്ത് തൈമിൻ വിത്ത് ഡബിൾ ഹൈഡ്രജൻ ബോണ്ട്. അഡെനിൻ എപ്പോഴും തൈമിനുമായിട്ടും തൈമിൻ എപ്പോഴും അഡെനിനുമായിട്ട് പെയർ ചെയ്യുള്ളൂ. അവിടെ ഡബിൾ ഹൈഡ്രജൻ ബോണ്ട് ആണെങ്കിൽ സൈറ്റോസിൻ ഗ്വാനിനുമായിട്ട് ചേരുമ്പോൾ അവിടെ ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും ഉണ്ടാവുക. ഇത് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? DNA സ്ട്രാൻഡ്സ് ഇസ് കമ്പോസ്ഡ് ഓഫ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്. DNA പടികൾ, ദ റങ്സ് ആർ മെയ്ഡപ്പ് ഓഫ് ദി നൈട്രജൻ ബേസ്. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് വരച്ചു നോക്കാം. സിമ്പിളാണ്. നിങ്ങളടുത്ത് ഇത് മിക്കവാറും എക്സാമിന് ഈ ഒരു പാർട്ട് തരും. ഇത്ര പാർട്ട് തന്നിട്ട് അതിൻ്റെ ബാക്കി ഭാഗം വരച്ചിട്ട് DNA സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ ചോദിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്. DNA സ്ട്രക്ചർ വരയ്ക്കാൻ വേണ്ടി പോവാണ്. ആദ്യം ഒരു ഫോസ്ഫേറ്റ്, ആ ഫോസ്ഫേറ്റിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഷുഗർ മോളിക്യൂള്, ആ ഷുഗർ മോളിക്യൂളിന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു നൈട്രജൻ ബേസ്. ഇത്ര മാത്രം കിട്ടിയാൽ എന്തേ ആവുള്ളൂ, ഒരു ന്യൂക്ലിയോടൈഡായി. അവിടെ കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് എന്ത് വേണം? നമുക്ക് DNA കംപ്ലീറ്റ് വരയ്ക്കണമെങ്കിൽ ഒരുപാട് പോളി ന്യൂക്ലിയോടൈഡ് അല്ലേ. DNA മീൻസ് DNA എന്താണ്? പോളി ന്യൂക്ലിയോടൈഡ്. ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. വരച്ച് നോക്കാം. ഇനിയിപ്പോൾ ഇവിടെ വരയ്ക്കാം. ഓക്കെ, വരയ്ക്കാം. ഫോസ്ഫേറ്റ്, ഷുഗർ മോളിക്യൂൾ, ഒരു നൈട്രജൻ ബേസ്. തൽക്കാലം ഞാൻ ഇപ്പോൾ ഇവിടെ അഡെനിൻ എടുത്തു. ഇനി ഇതിപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി അഡെനിനോട് പെയർ ചെയ്തിട്ട് ആരുണ്ടാവുക? ഡബിൾ ഹൈഡ്രജൻ ബോണ്ട് ഉപയോഗിച്ച് തൈമിൻ ഉണ്ടാവും. ഇനി ആ തൈമിനെ വീണ്ടും നമുക്ക് ഷുഗർ മോളിക്യൂളിലേക്ക് അറ്റാച്ച് ചെയ്യണം. സോ ഷുഗർ മോളിക്യൂളിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഷുഗർ മോളിക്യൂളായി. ദെൻ അവിടുന്ന് എന്തുണ്ട്? നമുക്കൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. സോ ഇവിടെ ഫോസ്ഫേറ്റ് ഷുഗർ മോളിക്യൂൾ S. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇപ്പോൾ ഇവിടെ DNA ഒരു പടി മാത്രമേ ആയിട്ടുള്ളൂ അല്ലേ. ഈ പടി ഫുള്ളായില്ലേ? അഡെനിൻ, തൈമിൻ ഒരു പടി ഫുള്ളായിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ആക്കണം. എങ്ങനെ കംപ്ലീറ്റ് ആക്കുക? അപ്പോൾ ഇവിടെ എന്താവുള്ളൂ? ഇതിൻ്റെ ഇഴകൾ റെഡി ആവണ്ടേ, സ്ട്രാൻഡ്സ് റെഡി ആവണ്ടേ? നോക്കാം. ഇതാ ഫോസ്ഫേറ്റ്, എഗെയിൻ നൈട്രജൻ ബേസ്, ഷുഗർ മോളിക്യൂൾ. ഇനി ഞാൻ ഇവിടുന്ന് കൊടുക്കാൻ വേണ്ടി പോകുന്ന നൈട്രജൻ ബേസ് സൈറ്റോസിൻ ആയിക്കോട്ടെ. സൈറ്റോസിനാണെങ്കിൽ അവിടെ ആരാ പെയർ ചെയ്യുള്ളൂ? അപ്പുറത്ത് പെയർ ചെയ്യുക ആരായിരിക്കും? ഗ്വാനിനായിരിക്കും. സൈറ്റോസിൻ ഇവിടെ ഗ്വാനിൻ. ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ടാണ്, മറക്കരുത് കേട്ടോ. ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ട്. ഇനി ഇവിടുന്ന് പെയർ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ആ ഭാഗത്തുള്ള ഷുഗർ മോളിക്യൂൾ, അതിൻ്റെ അടുത്ത് അവിടെ ഫോസ്ഫേറ്റ്. റെഡി? ഓക്കെ. ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകളും ഓരോ ഇഴകളും ഇങ്ങനെ താഴേക്ക് ചെയ്യുമ്പോൾ
ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ നമുക്ക് എന്ത് കിട്ടും? DNA കിട്ടും. ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ DNA കിട്ടും. ഈ ഒരു ഭാഗം ഇപ്പോൾ നിവർത്തി വെച്ച ഭാഗമാണ്. ഇത് തന്നെ നിവർത്തി വെച്ചതാണ്, ശരിക്കുള്ള കോണിയാണ്. ഇതിനെ ഒന്നിങ്ങനെ ചുറ്റി വെച്ച സ്ട്രക്ചറാണ് തൊട്ടടുത്ത് ഈ കാണുന്നത്. റെഡിയാണോ? സോ ഇത്രയാണ് DNA സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. DNA സ്ട്രക്ചറിൽ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്, അതിന് 3 പാർട്സ് ഉണ്ട്. നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ്, ഷുഗർ ഏതാണ്? ഡിയോക്സി റൈബോസ് ഷുഗറാണ്. ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ട്? ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് എന്ത്? ഫോസ്ഫേറ്റ് മീൻസ് ദ പാർട്ടിസിപ്പേഷൻ ഇൻ ദി ഫോർമേഷൻ ഓഫ് ബോൺഡ്സ് ദാറ്റ് ലിങ്ക് ന്യൂക്ലിയോടൈഡ്സ് ടുഗദർ. ഇവിടെ നോക്കി, ഇതൊരു ന്യൂക്ലിയോടൈഡ് അല്ലേ, ഇത് അടുത്തത്. അപ്പോൾ ഇവർ തമ്മിൽ ജോയിൻ ചെയ്യുന്ന കണ്ണിയാണ് ഇത് ഇവിടുത്തെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ ഡിയോക്സി റൈബോസ് ഷുഗറാണ് നമ്മുടെ DNA ഷുഗറിൻ്റെ പേര്. 5 കാർബൺ ഷുഗറാണ്. ദെൻ നൈട്രജൻ എന്ന് പറഞ്ഞാൽ നൈട്രജൻ കണ്ടന്റ് ആൽക്കലൈൻ, നൈട്രജൻ ബേസ് ആണ് അല്ലേ. നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഒരു ക്ഷാര മീൻസ് ബേസ്. സോ ആൽക്കലൈൻ നേച്ചറുള്ള വസ്തുവാണ് നൈട്രജൻ ബേസുകൾ. ഏതൊക്കെയുണ്ട്? അഡനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. സോ സ്ട്രക്ചർ ഓഫ് DNA വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, പഠിച്ചിരിക്കണം. ഓക്കെ, പറഞ്ഞോളൂ. വർക്ക്ഷീറ്റ്. നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഇൻ DNAക്ക് എത്ര സ്ട്രാൻഡ്സ് ഉണ്ട്? ഒരു സ്ട്രാൻഡ്, അടുത്ത സ്ട്രാൻഡ്. സോ DNAക്ക് 2 സ്ട്രാൻഡ്സ് ഉണ്ട്. മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് സ്ട്രാൻഡ്സ് ഉണ്ടാക്കാൻ, ഈ സ്ട്രാൻഡ്സ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് എന്തൊക്കെയാണ്? യെസ്, നമുക്കറിയാം. ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ്, ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ്. ദെൻ മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് റങ്സ്. DNA ഈ പടികൾ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? DNA പടികൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് നൈട്രജൻ ബേസുകളാണ്. നൈട്രജൻ ബേസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൈട്രജൻ ബേസ് ഏതൊക്കെയാണ്? അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ദെൻ നെക്സ്റ്റ്, ഫോർമേഷൻ ഓഫ് റങ്സ്. എങ്ങനെ റങ്സ് ഉണ്ടാവുക? അഡിനിനും തൈമിനും ഡബിൾ ഹൈഡ്രജൻ ബോണ്ടാണെങ്കിൽ ഗ്വാനിനും സൈറ്റോസിനും ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. ദെൻ മോഡ് ഓഫ് നൈട്രജൻ ബേസ് പെയറിങ് പറഞ്ഞിട്ടുണ്ട്. ഫോർമേഷൻ ഓഫ് റങ്സ് എങ്ങനെ ഫോം ചെയ്തിട്ടുള്ളത്? ത്രൂ പെയറിങ്. ഫോർമേഷൻ ഓഫ് റങ്സ് ത്രൂ പെയറിങ്ങിലാണ് റങ്സ് ഉണ്ടായിട്ടുള്ളത്. മോളിക്യൂൾസ് ഇൻ എ ന്യൂക്ലിയോടൈഡ്. DNA കാണുന്ന ന്യൂക്ലിയോടൈഡ് കാണുന്ന മോളിക്യൂൾസ് ഏതൊക്കെയാണ്? ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, നൈട്രജൻ ബേസ് ഉണ്ട്. ഷുഗർ, ഫോസ്ഫേറ്റ് ആൻഡ് നൈട്രജൻ ബേസ്. അപ്പോൾ ഇത്ര ഇന്നത്തെ ക്ലാസ്. വർക്ക്ഷീറ്റ് ചെയ്ത് പഠിക്കണം. ഓക്കെ, താങ്ക് യു.